ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റമൂസ് ഫീൽഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എരുമേലി വീട്ടിൽ വരെ ഒന്ന് വന്നതായിരുന്നു. ഒരു എമർജൻസി കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ മമ്മിയാണെങ്കിൽ നാട്ടുമാങ്ങ കിട്ടിയപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അച്ചാറിടുന്നൊരു വീഡിയോ നമുക്ക് ആക്കിയേക്കാമെന്ന്. മമ്മി എങ്ങനെയാണ് മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നൊരു മെത്തേഡ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങനെ വീഡിയോ പിടിച്ചതാണ്. നമുക്ക് മാങ്ങ അച്ചാറിടാനായിട്ട് ഇവിടെ കുറച്ച് നല്ലെണ്ണയാണ് മമ്മി ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എത്തിയ ടൈമെന്ന് പറഞ്ഞാൽ ഏകദേശം ലഞ്ച് കഴിക്കുന്ന ടൈമിനോട് അടുത്താണ് വന്നത്. അപ്പോൾ മമ്മി ബാക്കി ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ തയ്യാറാക്കുന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയായിരുന്നു. അത് കൂർക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ബീഫ് കറി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇവിടെ അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിറകടുപ്പാണ്, ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യമല്ല കേട്ടോ. അതുപോണക്ക് നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഒത്തിരി കരിഞ്ഞു പോകാതെ. ഇന്ന് ബ്രദറും വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു. ഇന്ന് വർക്കില്ലായിരുന്നു, ഫ്രീ ആയിരുന്നു. അപ്പോൾ കുഞ്ഞുമായിട്ടൊക്കെ അവിടെ ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അയർമോളില്ല. ഇനി നമ്മുടെ മാങ്ങ അച്ചാറിലേക്ക് വേണ്ടുന്ന ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്തായാലും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറും കൂട്ടി ഇന്ന് ചോറ് കഴിക്കാനായിട്ട് പറ്റി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അച്ചാറുകളിൽ എൻ്റെ ഫേവറേറ്റ് ആണ് മാങ്ങ അച്ചാർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.